ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക് ഒരു വലിയ ഒരു എക്സസൈസ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷനുടെ മാൻഡേറ്റ് അനുസരിച്ചിട്ട് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇത് ഇന്ത്യയിലെ മൊത്തം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യഘട്ടമായിട്ട് ബീഹാറിലാണ് അവർ തുടങ്ങി വെച്ചത്. നമ്മൾ ഇപ്പോൾ SIR, SSR തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് SIR എന്നുള്ളത് അപ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ എല്ലാ ഇലക്ട്രൽ റോൾ റിവിഷനിൽ 3 സ്റ്റെപ്സാണുള്ളത്. അത് നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ഡോക്യുമെൻറ്റ്സിൽ കൂടി പറഞ്ഞിട്ടുള്ളതാണ്. ആദ്യമായിട്ടുള്ളത് നമ്മുടെ ഡ്രാഫ്റ്റ് റോൾ പബ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്തുള്ള ഒരു സ്റ്റെപ്പ്, ക്ലെയിംസ് ആൻഡ് ഒബ്ജെക്ഷൻസിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ്, മൂന്നാമത്തെ സ്റ്റെപ്പ് ഫൈനൽ പബ്ലിക്കേഷൻ ആണ്. ഈ 3 സ്റ്റെപ്പിലാണ് എല്ലാ റിവിഷൻസും നടക്കുന്നത്. ആദ്യത്തെ സ്റ്റെപ്പിൽ മാത്രമാണ് ഒരു വ്യത്യാസം വരാൻ പോകുന്നത് ബിറ്റ്വീൻ SIR ആൻഡ് SSR. സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പുതിയതായിട്ടുള്ള ഒരു ഇലക്ട്രൽ റോളിൽ നമ്മൾ രൂപം നൽകുന്നു. അതായത് ഓരോരോ BLO എനുമറേഷൻ ഫോം വഴി ഓരോരോ വീട്ടിലേക്ക് പോയിട്ട് ഡോക്യുമെൻറ്റിൻ്റെ വെരിഫിക്കേഷൻ നടത്തിയ ശേഷം ഒരു പുതിയതായിട്ട് ഫ്രഷ് ആയിട്ടുള്ള ഒരു ഇലക്ട്രൽ റോള് ഇതിനാണ് രൂപം നൽകിയിട്ട് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. SSRലെ സ്പെഷ്യൽ സമ്മറി റിവിഷനിൽ നമ്മൾ ചെയ്ത് വരുന്ന ഒരു പ്രക്രിയ എന്ന് പറയുന്നത് നിലവിലുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇലക്ട്രൽ റോളുടെ ഒരു സാനിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ആഡ് ഡിലീറ്റ് മറിച്ച ആൾക്കാരുടെ ലിസ്റ്റിന് ഒഴിവാക്കുന്ന കാര്യങ്ങൾ പ്രക്രിയ. അങ്ങനെയാണ് നമ്മൾ എക്സിസ്റ്റിംഗ് റോൾ വെച്ചിട്ടാണ് നമ്മൾ SSR ചെയ്തു വരുന്നത്. SIRയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഫ്രഷ് ആയിട്ടുള്ള ഒരു ഇലക്ട്രൽ റോൾ തന്നെ നമ്മൾ രൂപം നൽകുന്നു. അതിന് ഡോർ ടു ഡോർ വെരിഫിക്കേഷൻ, എനുമറേഷൻ ഫോം അടക്കം വെരിഫിക്കേഷൻ്റെ കാര്യം കാണിട്ട് മാത്രമായിരിക്കും ഈ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു റോൾ വരുന്നത്. ഈ ഫ്രഷ് ആയിട്ട് വരുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഈ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രൽ റോൾ ഡിലീറ്റ് ചെയ്യാത്ത ആൾക്കാർ ഉണ്ടെങ്കിൽ, ഷിഫ്റ്റ് ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു ഏറ്റവും നല്ല ഒരു മെക്കാനിസം ആയിരിക്കും. ഒരു ഹെൽത്തി ഇലക്ട്രൽ റോൾ ഉണ്ടാക്കുന്ന ഏറ്റവും നല്ല ഒരു മെക്കാനിസം ആയിരിക്കും SIR. അതിന് വേണ്ടിയിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ SIR എല്ലാ സ്ഥലത്തും എല്ലാ സ്റ്റേറ്റ്സിലും ചെയ്യണമെന്ന് അവർ തീരുമാനമെടുത്തത്. ബീഹാറിൻ്റെ ഇലക്ട്രൽ റോൾ റിവിഷനുടെ ഭാഗമായിട്ട് ഇറക്കിയിട്ടുള്ള ഓർഡറിൽ തന്നെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഇലക്ട്രൽ റോൾ പ്രക്രിയ ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റ്സിലും യൂണിയൻ ടെറിട്ടറീസിലും അത് നടപ്പിലാക്കും എന്നുള്ള ഒരു ആ ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട്. സോ ഇലക്ഷൻ കമ്മീഷൻ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനത്ത് SIR ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിലും അത് തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഡിക്ലറേഷൻ വന്ന ശേഷം നമ്മൾ കുറേ പ്രിപ്പറേറ്ററി ആക്ടിവിറ്റീസ് നമ്മൾ തന്നെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളിലേക്കെല്ലാം വരാം. സോ നമുക്ക് ഇന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഷെഡ്യൂളിൽ കിട്ടിയിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് എത്രയോ പെട്ടെന്ന് SIRയുടെ ഒരു ഷെഡ്യൂൾ നമുക്ക് ലഭ്യമാവും എന്നുള്ള ഒരു സൂചനയാണ് ഇലക്ഷൻ കമ്മീഷനുടെ ഭാഗമായിട്ട് നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ. സോ SIRയുടെ ഫ്രഷ് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള ഡോക്യുമെന്റ് നമ്മൾ എടുക്കേണ്ടതുണ്ട്. ആ എടുക്കേണ്ട ഡോക്യുമെന്റ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കേരളത്തിൽ ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ഇൻറ്റൻസീവ് സമ്മറി റിവിഷനുടെ ഡോക്യുമെന്റ് ആണ്. 2002 ഒരു ഡോക്യുമെന്റ് ആണ്. അതാണ് നമ്മളൊരു ബേസ് ഡോക്യുമെന്റ് ആയിട്ട് എടുത്തിട്ടുള്ളത്. സോ അതാണ് ഒരു വ്യത്യാസമുള്ളത്. സോ ഇപ്പോൾ മറ്റൊരു കാര്യം നമ്മൾ ഇതുവരെ ചെയ്ത് വന്നിട്ടുള്ള ഒരു പ്രക്രിയ എന്ന് പറയുന്നത് ബീഹാറിൻ്റെ ഒരു SIRയുടെ ഡിക്ലറേഷന് ശേഷം നമ്മൾ കേരളത്തിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ചെയ്തിട്ടുള്ള ഒരു വർഷം 2002 ആയിരുന്നു. ആ 2002 മൊത്തം ഡേറ്റ നമ്മൾ ഓൾറെഡി നിലവിൽ നമുക്ക് ഡിജിറ്റൈസ്ഡ് ഫോർമാറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. അത് നമ്മളൊരു സെർച്ചബിൾ ആയിട്ട് നമ്മൾ അത് മാറ്റിയിട്ടുണ്ട്. അത് നമ്മുടെ ഓഗസ്റ്റിൽ തന്നെ നമ്മൾ ഓൾറെഡി അതിന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലിപ്പോൾ ആർക്ക് വേണമെങ്കിലും 2002 ഡേറ്റ അവർക്ക് നോക്കാവുന്നതാണ്. അവർക്ക് അവരുടെ പേരുണ്ടോ ഇല്ലയോ എന്നുള്ളത് സെർച്ച് ചെയ്യേണ്ടതാണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓൾറെഡി ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. പക്ഷേ നമ്മൾ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആ ഷെഡ്യൂളിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഷെഡ്യൂൾ വരുന്ന മുറയ്ക്ക് മൊത്തം പ്രക്രിയ ജാരിയാവുമ്പോൾ നമ്മുടെ BLOമാരടക്കം ആൾക്കാരെല്ലാം
നിങ്ങൾ വീട്ടിലേക്ക് എത്തുമ്പോൾ അത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ നമ്മുടെ ഡയറക്ഷൻസ് അനുസരിച്ചിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻസ് ആണ് നിങ്ങൾ എല്ലാവർക്കും തരാൻ പോകുന്നത്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ പേര് ഇലക്ട്രൽ റോളിൽ നിങ്ങൾക്ക് ചെയ്യാനും സാധിക്കും. സോ അതാണ് ഇപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യം. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ പ്രിപ്പയർനെസ്സിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ എല്ലാ ഈ ബീഹാർ SIR പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് തന്നെ ആയിരിക്കും ഏകദേശം കേരളത്തിൽ കൂടി വരാൻ പോകുന്നത്. അതിലെ ഒരു ബോധവൽക്കരണം നമ്മുടെ എല്ലാ ഇലക്ഷൻ ഒഫീഷ്യൽ മെഷീനറിക്ക് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. സോ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന വിധത്തിലുള്ള ഒരു ബോധവൽക്കരണം ഏകദേശം അവർക്ക് നടത്തിയിട്ടുണ്ട്. 20-ാം തീയതി നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ മീറ്റിംഗ് കൂടി വിളിച്ചിട്ടുണ്ട്. അതിൽ കൂടി നമ്മൾ ഈ കാര്യങ്ങളെല്ലാം അവരോട് വിശദീകരിക്കും. പിന്നെ നമുക്ക് ഇന്നൊരു ഒരു ആക്ടിവിറ്റി നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്, പിന്നെ ബാക്കി ആൾക്കാർ ഇത് മനസ്സിലാക്കേണ്ടത്, ബീഹാറിലെ ചെയ്ത SIR ഒരു വെരിഫിക്കേഷൻ അവർക്ക് അവിടെ ഉണ്ടായിരുന്ന അവരുടെ ലാസ്റ്റ് SIR എന്ന് പറയുന്നത് 2003 ഇലക്ട്രൽ റോളായിരുന്നു. 2003 ഇലക്ട്രൽ റോള് പിന്നെ 2025 അവർ ചെയ്ത നിലവിലുള്ള ഇലക്ട്രൽ റോളുടെ കമ്പാരിസൺ അവർ ചെയ്യുകയുണ്ടായി. അതിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഏകദേശം 75% പ്ലസ് ആൾക്കാർ, അതായത് 2003 ബീഹാറിൽ ഉണ്ടായിരുന്ന ലിസ്റ്റിലുള്ള ആൾക്കാർ ഏകദേശം 2025 അവരുടെ ലിസ്റ്റിൽ കൂടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത്ര ആൾക്കാർക്ക് വേറെ ഒരു ഡോക്യുമെന്റ് കൊടുക്കേണ്ട ആവശ്യം ബീഹാറിൽ കൂടി വന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അവരുടെ എക്സ്പീരിയൻസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ പാലക്കാടിലെ നമ്മുടെ 2 BLOs ഈ ആക്ടിവിറ്റി 2002 നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം SIR പിന്നെ നിലവിലുള്ള ഇലക്ട്രൽ റോളുടെ ഒരു വെരിഫിക്കേഷൻ അവർ ചെയ്യുകയുണ്ടായി. അതിലെ മിസ്റ്റർ യൂനുസ് സലീം BLO ഹൈസ്കൂൾ, അദ്ദേഹം ഒരു ഹൈസ്കൂൾ ടീച്ചറാണ്. അതുപോലെ തന്നെ ഒരു ടീച്ചർ മുഹമ്മദ് മുസ്തഫ അവിടുത്തെ UP സ്കൂളിലെ ടീച്ചറാണ്. അവർ 2 പേര് BLOs ആണ്. അവരുടെ കയ്യിലുള്ള 2002 നമ്മുടെ ലാസ്റ്റ് SIRയുടെയും പിന്നെ ഇപ്പോഴത്തെ 2025 ഇലക്ട്രൽ റോളുടെ കമ്പാരിസൺ ചെയ്യുമ്പോൾ മോർ ദൻ 80% ഓൾറെഡി ഈ ലിസ്റ്റിലുണ്ട് എന്നാണ് അവരുടെ ഒരു കമ്പാരിസണിൽ നമുക്ക് മനസ്സിലായിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഏകദേശം 2002 ഉണ്ടായിരുന്ന 80% ആൾക്കാരുടെ പേര് വിവരങ്ങൾ ഓൾറെഡി 2025 നിലവിലുണ്ട് എന്ന് പറഞ്ഞാൽ അത്ര ആൾക്കാർക്ക് വേറെ ഒരു ഡോക്യുമെന്റേഷൻ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കേരളയുടെ സിനാരിയോയിൽ നമുക്ക് കാണാൻ സാധിക്കാം. പിന്നെ കേരള പോലെ ഒരു സ്ഥലത്ത് നമുക്ക് 100% ലിറ്ററസി ഉണ്ട്, 100% ഡിജിറ്റൽ ലിറ്ററസി ഉണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് 100% 4G സാച്ചുറേഷൻ കവറേജ് ഉണ്ട്. എല്ലാ ആൾക്കാർക്കും മൊബൈലിടെ. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണ വിഷയത്തിൽ തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. സംസ്ഥാനത്ത് വോട്ടർമാർക്ക് ആശങ്ക വേണ്ട, അർഹതപ്പെട്ട മുഴുവൻ പേരെയും ഉൾപ്പെടുത്തുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ അനർഹരെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കും. ജനങ്ങൾക്ക് ഈ സംഭവം മനസ്സിലാക്കി കൊടുക്കാനുള്ള ബോധവൽക്കരണം ഉൾപ്പെടെ നടത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്.